എടാ അളിയാ, നീ പോയി ആ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ആ പോലീസ് സ്റ്റേഷനിലെ CI നമ്മുടെ അടുത്ത ആളാ. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നീ പോയി എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ പുള്ളിയോട് സംസാരിക്കേ. അപ്പൊ അയാളെ നിനക്കറിയാമല്ലേ? നീ മിണ്ടാവ്, ഞാൻ പറയുന്ന കാര്യം ചെയ്യടാ. എന്തു പറയാനാ, റോഡിലിപ്പോ കള്ളന്മാരുടെ പേട്ടയാ. നാട്ടുകാർക്ക് ഇറങ്ങി നടക്കാൻ വയ്യാതായി. എല്ലാം ഒന്ന് നോക്കിയും കണ്ട് ചെയ്യട്ടോ. ഞാൻ പിന്നീട് വിളിക്കാം. സാർ വാ ഇരിക്കെ. എന്താണ് വിഷയം? എന്റെ പേര് ശിവ എന്നാണ് സാർ. എന്റെ ഫോണ് കാണാതെ പോയി. ഒരു ഫോണ് കാണാതെ പോയപ്പം ഡയറക്റ്റ് ആയിട്ട് നേരെ എന്റെ ക്യാബിനിലേക്കാണോ വരുന്നത്? നിങ്ങൾ പോയി കോൺസ്റ്റബിളിന്റെ കംപ്ലൈന്റ് കൊടുക്കുക. സാർ, ഞാൻ ആ ബുള്ളക് ബായുടെ ഫ്രണ്ടാണ് സാർ. അയാൾ സാറിനെ വിളിച്ചു എന്ന് എന്നോട് പറഞ്ഞു. ബുള്ളക് ബായി? അല്ല, രാമപുരംകാരനാണോ? അതെ സാർ. ഞാൻ ഫോൺ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഇതായിരുന്നല്ലേ കാര്യം? ആ ഫോൺ എനിക്ക് വളരെ അത്യാവശ്യമാണ് സാർ. അതിൽ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ വേറൊരു ഫോൺ മേടിച്ച പോരെ? ഇതൊക്കെ ലേറ്റ് ആവും. ബുള്ളക്ക് സാറിനോട് സംസാരിച്ചെന്ന് പറഞ്ഞായിരുന്നു. എന്തോന്ന് ബുള്ളക് ബായ് ബുള്ളക് ബായ്? അയാളെന്താ ഹോം മിനിസ്റ്റർ ആണോ? ഒരു കള്ളത്തരത്തിന് അറസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കൈക്കൂലിയായിട്ട് 10,000 തന്നെ, അത്രേ ഉള്ളൂ. സാർ, പക്ഷേ ഫോൺ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഒരു കാര്യം ചെയ്യ്, അത്ര അത്യാവശ്യമാണ്, ഇതങ്ങ് എടുത്തു. സാർ, ആ ഫോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിട്ടിയ ഉടനെ പറയണേ. തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യാം മാഡം. ശിവ, ബുള്ളക് ബായ് ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ. എന്താടാ, എന്ത് പറഞ്ഞു? സംസാരിച്ചോ? കുറച്ച് സമയം എടുക്കുന്നാ പറയുന്നത്. പിന്നെ സമയം എടുക്കില്ലേ? ഇതൊക്കെ അത്ര എളുപ്പമാണോ? കളഞ്ഞു പോയ ഫോൺ കണ്ടുപിടിക്കണ്ടേ? ഞാൻ വിളിച്ചാരും പറഞ്ഞായിരുന്നോ? അയാൾ എടുത്തില്ലെന്ന് എന്നോട് പറഞ്ഞേ. അതും ആള് പറഞ്ഞു. ശരിയടാ, ശശി എന്ത് ചെയ്യുക? അവൾ ഏതു നേരം കരച്ചിലടാ. അപ്പൊ നിനക്ക് കരയാൻ തോന്നില്ലടാ? എടാ ശരി വിട്, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ കരച്ചിലൊക്കെ നിർത്തിയിട്ട് മോഷ്ടിച്ച സെക്കൻഡ് ഹാൻഡ് ഫോൺ എവിടൊക്കെ വിൽക്കുന്നുണ്ടോ, ഹൈദരാബാദിൽ എവിടൊക്കെ ഐഫോണിന്റെ ലോക്ക് അഴിക്കുന്നുണ്ടെന്നൊക്കെ തിരക്കി കണ്ടുപിടിക്കും. കിട്ടുമെന്ന് ഉറപ്പാണോ? തീർച്ചയായിട്ടും കിട്ടൂടാ. മേടിക്കുന്നവൻ സൂക്ഷിച്ചു വെച്ചാലും ഇല്ലെങ്കിലും മോഷ്ടിച്ചവൻ അത് എന്തായാലും വിൽക്കും. ഐഫോണിന്റെ ലോക്ക് കഴിക്കുന്ന നിങ്ങളുടെ വീടിന്റെ കഥ കഴിക്കുന്ന പോലെ ഈസി ആണെന്ന് വിചാരിച്ചോ? ഇതിനത്ര പ്രോസസ് ഉണ്ടെന്നറിയാവോ? ഒന്നും അറിയാതെ ഇതൊക്കെ ഉപയോഗിച്ചോളും. 2000 രൂപയിൽ 10 പൈസ പറഞ്ഞാൽ പോലും ലോക്ക് ഓപ്പൺ ആകത്തില്ല. പോവാൻ നോക്ക്. നിന്റെ കടയിലെ വേറെ കട പോടോ. പറയൂ സാർ, ഏത് ഫോണിന്റെ ലോക്കാണ് അഴിക്കേണ്ടത്? ഐഫോൺ 6. ഏത് കൺട്രിയാ? ഇന്ത്യ തന്നെ. ഇന്ത്യയുടെയോ? ഇന്ത്യയുടെ ആണെങ്കിൽ പിന്നെ എന്തിനാ അഴിക്കുന്നത്? അല്ല, അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിച്ച് പറയണം. ഇതാണ് എന്റെ നമ്പർ. ഫ്രീ ആയിട്ട് വേണ്ട, ഞാൻ കാശ് തരാം. പഴയ ഫോൺ എനിക്ക്, പുതിയ ഫോൺ നിങ്ങൾക്ക്. എക്സ്ചേഞ്ച് ഓഫർ. വളരെ വിലക്കുറവാണ്. ഇതിന് ഭയങ്കര വിലയാ. ചേട്ടാ, ഐഫോൺ 6 ഉണ്ടോ? ഐഫോൺ 7 ഉണ്ട്. രാത്രി ഒരു ഐഫോൺ 6s വന്നില്ലേ? അതൊന്ന് എടുത്ത് കാണിച്ചേ. വേഗം ഒന്ന് കാണിക്കേ. ഞാൻ മറന്നുപോയി. കാണിക്കാം. ഇതല്ല, എന്റേത് സിൽവർ കളറാ. എന്താ, നിന്റെ ആണെന്നോ? എന്റെ ഫോൺ കളഞ്ഞുപോയി. ഈ ഷോപ്പിൽ എങ്ങനെ വിറ്റോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. നീ എന്താ കടയിൽ വന്ന് ആളെ കളിയൊക്കെ? ഇതെന്താ കള്ളക്കച്ചവടം നടത്തുന്ന കടയാന്ന് വിചാരിച്ചോ? അങ്ങനെ നല്ല ചേട്ടാ, ഞാൻ പൈസ കൊടുത്തു. പോടാ. നിന്റെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. പോടാ, പോകാൻ പറഞ്ഞില്ലടാ നിന്നോട്. ചേട്ടാ, കാശ് ഒന്ന് വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു. ഷേപ്പ് മാറ്റാളിയും. പോടാ. ടെമ്പർ ഗ്ലാസ് 2 പീസേ ഉള്ള. നീ എടുത്തോളൂ. ആരാന്ന് വെച്ചാ വന്നോളൂ.